എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു കിടിലൻ ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ് കേട്ടോ. മത്തനും പയറും കൂടിയിട്ടുള്ള ഒരു അടിപൊളി എരിശ്ശേരിയാണത്. അപ്പോൾ നമുക്കിന്ന് സമയങ്ങളായിട്ട് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ പയർ ഒരു 10-20 മിനിറ്റ് നേരമായിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മത്തൻ അതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് പച്ചമത്തനാണ് കേട്ടോ, ഒരുപാട് പഴുത്തൊന്നും അല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് പയറൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ വേവിക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വേവിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ എന്താണ് കുക്കറിലാണ് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലോട്ട് വെള്ളത്തിൻ്റെ അളവ് പോരാ. അപ്പോൾ നമുക്കിതിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. നമുക്കിനി എന്താണെങ്കിൽ ഒറ്റ വിസിലെടുത്തിട്ട് വരാം. അപ്പോൾ ഒരുപാട് വേവിച്ച് ഒരുപാട് കുഴഞ്ഞ് പോകുമ്പോൾ ഒറ്റ വിസിൽ മതി കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ നമുക്ക് ഏറെ കളഞ്ഞ് തുറന്ന് നോക്കാം. ഇതപ്പോൾ നമ്മുടെ പയർ ഇവിടെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക്. നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇനി നമ്മുടെ മത്തനും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർക്കുന്ന ഒരു 4 പച്ചമുളകാണ് കേട്ടോ. അത്യാവശ്യം നല്ല എരിവുള്ള ഒരു 4 പച്ചമുളകും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് 4 എണ്ണം എടുത്തത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി 1 ടീസ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപ്പ് ആവശ്യം പറഞ്ഞാൽ അതിനനുസരിച്ച് ചേർക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒറ്റ വിസിലും കൂടി എടുക്കാം കേട്ടോ. നമ്മുടെ മത്തനും കൂടി ഒന്ന് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് ഇതിലിടാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കുന്നതിനോടൊപ്പം തന്നെ ചേർത്താൽ മതി കേട്ടോ. വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിലും. ഞാൻ എന്താണെങ്കിൽ ഇതിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് എന്താണെങ്കിൽ അതേപോലെ തന്നെ പയർ വേവിച്ച പോലെ ഒറ്റ വിസിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പയറും മത്തനും ആകുമ്പോഴേക്ക് തന്നെ നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു മൂടി തേങ്ങയാണ് ഇവിടെ ചിരവി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാനൊരു 3/4 ഭാഗത്തോളം തേങ്ങ നമുക്ക് അരയ്ക്കാനായിട്ട് എടുക്കാം. ഇതൊരു തേങ്ങയെന്നല്ല, ഒരു തേങ്ങയുടെ പകുതിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ 3/4 ഭാഗം എടുത്തിട്ടുണ്ട്. ബാക്കി 1/4 ഭാഗത്തോളം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തിനാന്ന് വഴിയെ കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകമില്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 4 ചെറിയുള്ളി അതും കൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ അല്ലിയാണ് വെളുത്തുള്ളി, ഒരു 3 അല്ലിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വേണ്ടുള്ളൂ. ഇതിലോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മത്തനായിട്ടുണ്ടോയെന്ന് നമുക്ക് തുറന്ന് നോക്കാം. ഇനി നമ്മുടെ എയറൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ മത്തനും വെള്ളപ്പയറൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ചില കുക്കറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വിസിൽ പറയുമ്പോൾ ചിലപ്പോൾ നന്നായിട്ട് കുഴയും. അപ്പോൾ അത് ഓരോരുത്തർക്കും അറിയാം അവരുടെ കുക്കറിൻ്റെ എങ്ങനെയാണ് അളവെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് കുക്കറിനെ കുറിച്ച് കറക്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ വെച്ച് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ എന്താണെങ്കിൽ നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസാക്കുന്നില്ല. അപ്പോൾ ഈ പരുവാണ് വേണ്ടത്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ കേട്ടോ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണും കൂടി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ മധുരവും നമ്മുടെ എരിവും ഉപ്പും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ചെറിയൊരു പീസ് അളവിലാണ് കേട്ടോ ഞാൻ ബെല്ലം ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്. ചില മത്തൻ അത്യാവശ്യം മധുരം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഞാൻ എന്താണെങ്കിൽ ഒരു കുഞ്ഞു പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളക്കിയെന്ന് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ മത്തനും പയറും കൂടിയുള്ള എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട്. നമ്മുടെ സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണത്. നമ്മുടെ എരിശ്ശേരി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഇത്ര മതി. പിന്നെ ഇതിലോട്ട് കടുക് തളിച്ച് കൊട്ടാം. ഒരു ചട്ടി നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കടുകും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ.
നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാനിന് 2 തണ്ട് കറിവേപ്പില അതേപോലെ തന്നെ 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലോട്ട് പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, അപ്പോൾ അത് ഈ സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ് കേട്ടോ, എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമുണ്ടാവുന്ന വരില്ല. അപ്പോൾ ഞങ്ങളിവിടെ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ ആ തേങ്ങ കുറച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണത്. ചിലയിടങ്ങളിലൊന്നും അങ്ങനെ തേങ്ങ ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ നല്ലവണ്ണം ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും വേണ്ടുള്ളൂ. ഇനി ഇതിലോട്ട് നമ്മുടെ കറി ഞാൻ ഇതിലോട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ നല്ലൊരു എരിശ്ശേരിയാണത്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നമ്മുടെ മത്തനും പയറും വെച്ചിട്ടുള്ള എരിശ്ശേരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്കിൽ അടുത്ത നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.